പതിറ്റാണ്ടായി വടക്കാഞ്ചേരിയുടെ കന്നഡ വ്യാപാര രംഗത്ത് വിശ്വസ്ത സേവന പാരമ്പര്യമുള്ള ജോൺസൺ കന്നഡ വ്യാപാരം ഇപ്പോൾ ആധുനിക രീതിയിൽ നവീകരിച്ച ഷോറൂമിൽ തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കണ്ണ് ഡോക്ടറുടെ പരിശോധന, ഡ്രൈവിംഗ് ലൈസൻസിനായുള്ള സർട്ടിഫിക്കറ്റുകൾ, വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ആന്റി ഗ്ലെയർ ബ്ലൂ കട്ട് ലെൻസുകൾ കുറഞ്ഞ വിലയിൽ, ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 8 മണി വരെ ക്വാളിഫൈഡ് ഒപ്റ്റോമെട്രിസ്റ്റിന്റെ സേവനം, എല്ലാവിധ ബ്രാൻഡഡ് ഫ്രെയിമുകൾ, ലെൻസുകൾ എന്നിവ കുറഞ്ഞ നിരക്കിൽ. ജോൺസൺ കന്നഡ വ്യാപാരം, ജോൺസ് ടവർ, ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം, വടക്കാഞ്ചേരി. ഫോൺ 94963474. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നിരയിലിരിക്കാമെന്ന് ഇന്ത്യ സഖ്യത്തെ ധാരണയായതോടെ ലോക്സഭാ കക്ഷി നേതാവ് ആരാകുമെന്ന് ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടന്നിരിക്കുന്നു. ഏറ്റെടുക്കാൻ രാഹുൽ ഗാന്ധി സമ്മതം മൂടിയില്ല എങ്കിൽ സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിന് നറുക്കുവീഴും. പാർലമെന്റിൽ പ്രതിപക്ഷ ഇരിപ്പിടത്തിന്റെ ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ ഇന്ത്യ സഖ്യം ധാരണയിലെത്തിയതോടെയാണ് പ്രതിപക്ഷ നേതാവ് ആര് എന്ന ചർച്ചകളിലേക്ക് കോൺഗ്രസ് കടന്നത്. 52 നിന്ന് 99 സീറ്റുകളിലേക്ക് കോൺഗ്രസ് എത്തിയതോടെ പ്രതിപക്ഷ നേതാവ് പദവിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ പേരിലാണ് മുൻതൂക്കം. 2019 പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പദവികളിൽ നിന്ന് വിട്ടുനിന്ന രാഹുൽ ഗാന്ധി ഇക്കുറി കോൺഗ്രസ് നേതൃത്വത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയേക്കും. മോദി സർക്കാരിനെതിരായ ശക്തമായ നിലപാടും രാഹുലിന്റെ ഭാരത് ജോഡോ യാത്രയും പാർട്ടിയുടെ മടങ്ങിവരവിനെ വഴിയൊരുക്കിയെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. കഴിഞ്ഞ മോദി സർക്കാരിന്റെ കാലത്ത് ലോക്സഭാ കക്ഷി നേതാവായിരുന്ന അനുരഞ്ജൻ ചൗധരി ഇക്കുറി പരാജയപ്പെട്ടിരുന്നു. പദവി ഏറ്റെടുക്കാൻ രാഹുൽ വിസമ്മതിച്ചാൽ മാത്രമേ മറ്റു പേരുകളിലേക്ക് ചർച്ച നീങ്ങുകയുള്ളൂ. അങ്ങനെയെങ്കിൽ KC വേണുഗോപാലിന്റെ പേരിനാണ് മുൻതൂക്കം. സംഘടനാ ജനറൽ സെക്രട്ടറി ചുമതലയും പാർലമെന്റേറിയൻ എന്ന നിലയിലെ അനുഭവ പരിചയവുമാണ് KC വേണുഗോപാലിന് അനുകൂല ഘടകം. പ്രവർത്തക സമിതിയിലായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.